എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നിലവിൽ 3-1 ലീഡ് കൈവശം വച്ചിരിക്കുകയാണ്. ഇന്ത്യ ധർമ്മശാലയിൽ നടക്കുന്ന അവസാന ടെസ്റ്റ് മത്സരത്തിലും വിജയിച്ച് 4-1 പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഇംഗ്ലണ്ട് അവസാന മത്സരം എങ്കിലും ജയിച്ച് നാണക്കേട് ഒഴിവാക്കി നാട്ടിലേക്ക് മടങ്ങാനാണ് തയ്യാറെടുക്കുന്നത്. പരമ്പര നേടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന മത്സരം നാളെ രാവിലെ 9:30 മുതൽ തത്സമയം ജിയോ സിനിമാസിലും ടിവിയിൽ സ്പോർട്സ് 18 ചാനലിലും ലഭ്യമാണ്. ഇനി ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിനായുള്ള ഇന്ത്യയുടെ പ്ലേയിംഗ് 11 നമുക്ക് നോക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ശുഭ്മൻ ഗിൽ എത്തും. 4ാം നമ്പറിൽ KL രാഹുൽ തിരിച്ചെത്തും. അങ്ങനെ വരുമ്പോൾ പാട്ടിദാർ പുറത്താകും. 5ാമനായി സർഫറാസ് ഖാനും 6ാമനായി ധ്രുവ് ജൂറലും തുടരും. ബൗളിംഗിൽ സ്പിന്നിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം അക്സർ പട്ടേൽ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. കൂടാതെ കുൽദീപ് യാദവ്, രവിചന്ദ്രൻ അശ്വിൻ എന്നിവരും ഉണ്ടാകും. ഫാസ്റ്റ് ബൗളിംഗിൽ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. ബുംറ തിരിച്ചെത്തുന്നതോടെ മുഹമ്മദ് സിറാജ് ടീമിൽ നിന്ന് പുറത്താകും. ബുംറയോടൊപ്പം ആകാശ് ദീപും പേസ് നിരയിൽ ഉണ്ടാകും. ഇന്ത്യൻ കളിക്കാർ എല്ലാവരും തന്നെ ഇപ്പോൾ തകർപ്പൻ ഫോമിൽ ആണ്. കഴിഞ്ഞ 2 മത്സരത്തിലും ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ ഇപ്പോൾ തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതിലും ശക്തമായി തന്നെ 5ാം മത്സരത്തിലും ഇന്ത്യ എത്തും. അതുകൊണ്ട് തന്നെ ഈ മത്സരവും വിജയിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യക്ക് ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.